വരുന്നൊരു ടോപ്പിക്കാണ് റിലേറ്റീവ് മാക്സിമ ആൻഡ് റിലേറ്റീവ് മിനിമ. ഒരു ഫംഗ്ഷന് റിലേറ്റീവ് മാക്സിമോ റിലേറ്റീവ് മിനിമോ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഫ് ഇത് നോക്കിയാൽ റിലേറ്റീവ് മാക്സിമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാം. അതായത് ഈ ഒരു പോയിൻ്റ് കണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഞാനൊരു ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ അതിനെന്തുണ്ട്, റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന് പറയാം. ഒന്നുമില്ല, നമ്മളൊരു ചെറിയൊരു ഓപ്പൺ ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ ആ ഓപ്പൺ ഇൻ്റർവെല്ലിൽ വരുന്ന ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കുക, ഒരു ഏറ്റവും ചെറിയൊരു പോയിൻ്റോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പോയിൻ്റോ. അതായത് ഫംഗ്ഷന് വേറെ ഏത് എക്സ് എടുത്താലും ആ എക്സ് നോട്ട് എന്ന് പറയുന്നൊരു പോയിന്റിൽ ഫംഗ്ഷൻ ഏറ്റവും മിനിമം വാല്യൂ വരാണെങ്കിൽ എക്സ് നോട്ടിൽ റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന് പറയും. ഇനി ഹയസ്റ്റ് എന്ന് പറയണമെങ്കിൽ റിലേറ്റീവ് മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലിൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു പോയിന്റിന് ലെഫ്റ്റും റൈറ്റിലും നമ്മളൊരു ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ ഇൻ്റർവെൽ എടുത്താൽ ഈ ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്തുണ്ടെന്ന് പറയാം, റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്ന് പറയാം. ഈ ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്തുണ്ടെന്ന് പറയാം, നമ്മളൊരു ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാൻ റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്നും പറയാം. ഇവിടെ അതാണ് നമ്മൾ, അതായത് ഒരു ഫംഗ്ഷൻ എടുക്കുക, ആ ഫംഗ്ഷനിൽ ഒരു ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക. ആ ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഫംഗ്ഷൻ ഒരു ലോവസ്റ്റ് പോയിൻറ്റോ ഒരു ഹയസ്റ്റ് പോയിൻറ്റോ ഉണ്ടെങ്കിൽ പിന്നെ റിലേറ്റീവ് മിനിമം അല്ലെങ്കിൽ റിലേറ്റീവ് മാക്സിമം എന്ന് പറയും. ഓക്കെ, അത് ഫംഗ്ഷൻ ഡെഫിനിഷൻ വായിക്കുകയാണെങ്കിൽ a function f is said to have a relative maximum at x naught if there exists an open interval containing x naught. x naught ഒരു മാക്സിമം ഉണ്ടെന്ന് പറയണമെങ്കിൽ x നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ എടുക്കാം on which f of x naught is largest value, that is f of x naught greater than or equal to f of x for every x in the interval. ആ ഇൻ്റർവെല്ലുള്ള ഏത് എക്സ് എടുക്കുകയാണെങ്കിലും ഈ എക്സ് നോട്ടിനേക്കാളും എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് നോട്ടിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും എല്ലാ എഫ് ഓഫ് എക്സിനും. ഓക്കെ, സിമിലർലി എഫ് is said to have a relative minimum at x naught if there is an open interval containing x naught on which f of x naught is smallest value, that f of x naught less than or equal to f of x for all x in the interval. If f has either relative maximum or relative minimum at x naught, then f is said to have a relative extremum at x naught. ഒന്നെങ്കിൽ റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുന്ന പറയാം, റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ട് എന്ന് പറയും എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ. അതായത് റിലേറ്റീവ് മാക്സിമം നമ്മൾ ഫംഗ്ഷന് മൊത്തമായിട്ടല്ല പറയുന്നത്, ഒരു ചെറിയൊരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷനിൽ കൺസിഡർ ചെയ്തിട്ട് ആ ഇൻ്റർവെല്ലിലുള്ള എല്ലാ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കാം. എല്ലാ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കുമ്പം ഏതെങ്കിലും ഒരു വാല്യൂവിൽ ഫംഗ്ഷൻ എന്താണ്, ഏറ്റവും ചെറുതാണ് വരുന്നത്. ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് നോട്ടാണ് എല്ലാ എഫ് ഓഫ് എക്സുകളെക്കാളും ചെറുതെങ്കിൽ അവിടെ റിലേറ്റീവ് മാക്സിമം മിനിമം ഉണ്ട്. ഇനി എല്ലാ എക്സിനേക്കാളും എഫ് ഓഫ് എക്സ് എടുക്കുമ്പം എഫ് ഓഫ് എക്സ് നോട്ട് വലിയ വാല്യൂ ആണ് വരുന്നതെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്തുണ്ട്, റിലേറ്റീവ് മാക്സിമം ഉണ്ട്. അതാ പറഞ്ഞത്. ഞാൻ ഈ ഒരു പോയിന്റിനെ രണ്ട് സൈഡും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ എന്തുണ്ട്, റിലേറ്റീവ് മാക്സിമം ഉണ്ട്. കാരണം എന്താ, ഈ ഒരു പോയിന്റിൽ ഫംഗ്ഷന് എന്താണ്, ഏതൊരു എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് നോട്ടായിരിക്കും ഏറ്റവും വലുത് വരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇവിടെ കൺസിഡർ ചെയ്ത് ഇതാണ് എഫ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്. എഫ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ അറിയാം, സീറോയിൽ അതിനെന്തുണ്ട്, ഒരു റിലേറ്റീവ് മിനിമം ഉണ്ട്. അതായത് ഈ സീറോനെ ഉൾക്കൊള്ളുന്ന ഏത് ഓപ്പൺ ഇൻ്റർവെൽ എടുത്താലും നമുക്ക് എന്താ കിട്ടുക, ആ സീറോയിലാണ് എഫ് ഓഫ് സീറോ ആണ് ഏറ്റവും മിനിമം വാല്യൂ. എഫ് ഓഫ് 1, എഫ് ഓഫ് 2, എഫ് ഓഫ് 3, ഇനി എഫ് ഓഫ് -1, എഫ് ഓഫ് -2, എഫ് ഓഫ് -3 ഒക്കെ എടുത്താലും എഫ് ഓഫ് സീറോനേക്കാളും വലുതാണ് അത് വരിക. സോ സീറോയിൽ അതിനെന്തുണ്ട്, ഒരു റിലേറ്റീവ് മിനിമം ഉണ്ട്. ഇനി എഫ് ഓഫ് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഇതാണ് എഫ് ഓഫ് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ്. എഫ് ഓഫ് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് എടുക്കുമ്പം നമുക്കിവിടെ ഒരു റിലേറ്റീവ് മാക്സിമോ റിലേറ്റീവ് മിനിമോ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എഫ് ഓഫ് എക്സ് ക്യൂബ് ഹാസ് നോ റിലേറ്റീവ് എക്സ്ട്രീമോ. അടുത്തത് എക്സ് ക്യൂബ് -3x + 3. ഇതിൽ ഞാൻ പറയട്ടെ, എക്സ് -1 എക്സ് ഈക്വൽ ടു -1 എന്തുണ്ട്, ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്ന് പറയാം. അതേപോലെ എക്സ് ഈക്വൽ ടു 1 എന്തുണ്ട്, റിലേറ്റീവ് മിനിമം ഉണ്ട് അല്ലേ. ഫംഗ്ഷൻ ഇവിടുന്ന് ഇങ്ങനെ കൂടി വന്നു, -2 ഇങ്ങനെ കൂടി വന്നു, -1 എത്തുമ്പോൾ ഫംഗ്ഷൻ പീക്കിലെത്തി. -1 എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും കുറഞ്ഞു വന്നു 1 വരെ. 1 എത്തിയപ്പോൾ വീണ്ടും ഫംഗ്ഷൻ വാല്യൂ കൂടി വന്നു. സോ -1 റിലേറ്റീവ് മാക്സിമം, 1 റിലേറ്റീവ് മിനിമം ഉണ്ട്.
നെക്സ്റ്റ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു 1/2 എക്സ് റേസ് ടു 4 മൈനസ് 4/3 എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1. ഇതിൽ ഫംഗ്ഷൻ ഏതാ -1 തന്നെ ഒരു റിലേറ്റീവ് മിനിമം ഉണ്ട്, 1 ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ട്, 2 അതായത് 2 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോൾ ഓപ്പൺ ഇൻ്റർവെൽ എടുത്താൽ 2 അതിനെന്തുണ്ട് ഒരു റിലേറ്റീവ് മിനിമം ഉണ്ട്, 1 കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട് ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ട്. അടുത്ത ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് പൈയിൽ റിലേറ്റീവ് മിനിമം, 2πയിൽ റിലേറ്റീവ് മാക്സിമം, 0യിൽ റിലേറ്റീവ് മാക്സിമം, പൈയിൽ റിലേറ്റീവ് മിനിമം, 2πയിൽ റിലേറ്റീവ് മാക്സിമം. അങ്ങനെ ഓക്കെ, ഇതാണ് റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രിട്ടിക്കൽ പോയിൻ്റാണ്. ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ ഹോറിസോണ്ടൽ ടാൻജൻറ്റ് വരുന്ന പോയിൻ്റ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിൻ്റ്, അല്ലെങ്കിൽ f'(x) 0 ആയിട്ടുള്ള പോയിൻ്റ്. എഫ് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിൻ്റ്, അതായത് എഫിന് ഹോറിസോണ്ടൽ ടാൻജൻറ്റ് വരുന്ന പോയിൻ്റ്, അല്ലെങ്കിൽ f'(x) 0 ആവുന്ന പോയിൻ്റ്. ഈ രണ്ട് പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുകയെന്ന് അറിയോ? ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയാം. പക്ഷേ വി ഡിഫൈൻ എ ക്രിട്ടിക്കൽ പോയിൻ്റ് ഫോർ എ ഫംഗ്ഷൻ എഫ് ടു ബി എ പോയിൻ്റ് ഇൻ ദി ഡൊമെയിൻ ഓഫ് എഫ് അറ്റ് വിച്ച് എയ്തർ ദ ഗ്രാഫ് ഓഫ് എഫ് ഹാസ് ഹോറിസോണ്ടൽ ടാൻജൻറ്റ്. ഹോറിസോണ്ടൽ ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ എന്തില്ല? സ്ലോപ്പില്ല. ദാറ്റ് ഈസ് എഫ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഓൾസോ the two types of critical points we call exit stationary point of f if f'(x) equal to 0. ഒന്നെങ്കിൽ ക്രിട്ടിക്കൽ പോയിൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എഫ് എന്തായിരിക്കണം? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ f'(x) equal to 0 ആയിരിക്കണം. f'(x) equal to 0 ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റിനെ നമ്മൾ സ്റ്റേഷനറി പോയിൻ്റ് എന്ന് വിളിക്കും. ഇവിടെ നോക്കി, ഈ ഒരു ഗ്രാഫിൽ x1 എന്തുണ്ട്? ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് ആണെങ്കിൽ ആ പോയിന്റിൽ ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് ആണെങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ്. x2ലും ഹൊറിസോണ്ടൽ ടാൻജൻ്റ് ആണ്, സോ ദാറ്റ് ഈസ് ഓൾസോ ക്രിട്ടിക്കൽ പോയിൻ്റ്. ആൻഡ് ഇവിടെ നമ്മൾ x3യിൽ ഒരു ഷാർപ്പ് എഡ്ജാണ്. ഷാർപ്പ് എഡ്ജ് വരുമ്പോൾ അവിടെ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? നോട്ട് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് അവിടെ നമുക്ക് കുറേ സ്ലോപ്പുകൾ വരയ്ക്കാൻ പറ്റും, ടാൻജൻറ്റുകൾ കുറേ ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. സോ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. x4ലും നോൺ ഡിഫറൻഷ്യബിലിറ്റി ആണുള്ളത്. x5ൽ സ്ലോപ്പ് എന്താണ്? ഹൊറിസോണ്ടൽ സ്ലോപ്പാണ്. സോ ഇതിൽ x1, x2, x3, x4, x5 ഒക്കെ എന്താണ്? ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്. അതിൽ x1ലും x2ലും x5ലും ഫംഗ്ഷൻ f'(x) എന്തായിരിക്കും? 0 ആയിരിക്കും. ഹൊറിസോണ്ടൽ സ്ലോപ്പ് ആയതുകൊണ്ട് അവിടെ സ്ലോപ്പ് എന്താണ്? 0 ആണ്. ഹൊറിസോണ്ടൽ ടാൻജൻ്റ് ആയതുകൊണ്ട് സ്ലോപ്പ് 0 ആണ്. നമുക്ക് പറയാം x1, x2, x5 ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ സ്റ്റേഷനറി പോയിൻ്റ്. ഓക്കെ, f'(x) equal to 0 ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ് എന്ത്? സ്റ്റേഷനറി പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. തിയറം നോക്കിയേ. സപ്പോസ് f is a function defined on an open interval containing the point x0. x0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണ് അവിടെ എഫ് ഡിഫൈൻഡ് ആണ്. ഇഫ് എഫ് ഹാസ് റിലേറ്റീവ് എക്സ്ട്രീമം അറ്റ് x equal to x0, then x equal to x0 is a critical point of f. അതായത് x0ൽ ഒരു റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടെങ്കിൽ ആ റിലേറ്റീവ് എക്സ്ട്രീമുള്ള പോയിന്റ് is also a critical point. Either f'(x) equal to x0 or f is not differentiable at x0. അതായത് റിലേറ്റീവ് എക്സ്ട്രീമുള്ള പോയിൻറ്റ്സ് ഏതാണ്? റിലേറ്റീവ് എക്സ്ട്രീം ഉള്ള പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റിലാണ് ഫംഗ്ഷന് റിലേറ്റീവ് എക്സ്ട്രീം ഉള്ളത്. ദാറ്റ് ഈസ് f'(x0) 0 ആയിട്ടുള്ള പോയിന്റ്, അല്ലെങ്കിൽ എഫ് നോട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻ ഓൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഓഫ് f(x) equal to x³ minus 3x plus 1. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? f'(x) 0 എന്ന പോയിൻ്റ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിൻ്റ്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, സോ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ ആണ്. ഇനി f(x) 0 ആവുന്ന പോയിൻ്റ് മാത്രം നോക്കിയാൽ മതി, ഡിഫൈൻഡ് അല്ലാത്ത ഒറ്റ പോയിൻറ്റും ഇല്ല ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കാൻ. സോ f'(x) 0 ആവുന്ന പോയിൻ്റാണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. f'(x) എന്താ വരിക? 3x³ minus 3, that is 3 into x plus 1 into x minus 1. അവിടെ x ഈക്വൽ ടു ഫസ്റ്റിൽ x പ്ലസ് 1ൽ -1 വന്നു കഴിഞ്ഞാൽ -1 + 1 0 ആയിട്ട് പോകും. സോ f'(x) 0 ആവും. അതേപോലെ x - 1ൽ x 1 ആയി കഴിഞ്ഞാൽ 1 - 1 0. അപ്പോൾ ടോട്ടൽ f'(x) എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സോ x ഈക്വൽ ടു -1ലും x ഈക്വൽ ടു 1ലും ഫംഗ്ഷൻ എന്താണുള്ളത്? ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട്.
ഓക്കെ, ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഇതാണ് ഗ്രാഫ്. എക്സ് ഈക്വൽ ടു -1ലും 1ലും ഹോറിസോണ്ടൽ ടാൻജൻ്റ് ആണ്. സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹാസ് എ റിലേറ്റീവ് എക്സ്ട്രീമം അറ്റ് -1 ആൻഡ് 1ൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x raised to 5/3 - 15x 2/3. അതിൽ നമുക്ക് ഫംഗ്ഷനെ 0 ആവുന്ന പോയിൻറ്റും നോൺ ഡിഫൈൻഡ് ആവുന്ന പോയിൻറ്റ്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രിട്ടിക്കൽ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 5x raised to 2/3 - 10x raised to -1/3 ആണ്. അതിനെ മാറ്റി എഴുതുമ്പം 5 × x - 2/x/1/3. ഇത് ക്ലിയർലി നമുക്കിവിടെ ക്ലിയർ ആണ്. എക്സ് ഈക്വൽ ടു 0ൽ, അതായത് ഡിനോമിനേറ്ററിൽ 0 വരുമ്പം എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിൻറ്റ്സിൽ എന്തിനാണ്? ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ അല്ല. എക്സ് ഈക്വൽ ടു 0ൽ ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. സോ എക്സ് ഈക്വൽ ടു 0ൽ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട്. അതേപോലെ ന്യൂമറേറ്ററിൽ x - 2ൽ x2 വരുമ്പം ഫംഗ്ഷൻ മൊത്തത്തിൽ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ആൻഡ് ദാറ്റ് പോയിൻറ്റിലും എക്സ് ഈക്വൽ ടു 2ലും എക്സ് ഈക്വൽ ടു 0ലും ഫംഗ്ഷൻ എന്തുണ്ട്? ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട്. ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻ്റ് ഏതാ? എക്സ് ഈക്വൽ ടു 2 ആണ്. സോ എക്സ് ഈക്വൽ ടു 2 ഇസ് എ സ്റ്റേഷനറി പോയിൻ്റ്. Okay, f dash of x equal to 0 if x equal to 2 and f dash of x is not defined or undefined if x equal to 0. This x equal to 0 and x equal to 2 are critical points and x equal to 2 is a stationary point. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ മുന്നേ ജസ്റ്റ് എ ഫംഗ്ഷൻ എഫ് ഹാസ് എ റിലേറ്റീവ് എക്സ്ട്രീമം അറ്റ് ദോസ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് വേർ എഫ് ഡാഷ് ചേഞ്ചസ് സൈൻ. എവിടെയാണ് ക്രിട്ടിക്കൽ പോയിൻ്റ്, എവിടെയാണ് റിലേറ്റീവ് എക്സ്ട്രീം ഉള്ളത് എന്നറിയോ? റിലേറ്റീവ് എക്സ്ട്രീം ഉള്ളത് അറ്റ് ദോസ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് വേർ എഫ് ഡാഷ് ചേഞ്ചസ് സൈൻ. എഫ് ഡാഷ് സൈൻ ചേഞ്ച് ചെയ്യുന്ന, എഫ് ഡാഷ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്, എഫ് ഡാഷ് ഓഫ് എക്സ് > 0 <0 ആവുന്ന ആ പോയിൻറ്റിലാണ് എന്തുള്ളത്? റിലേറ്റീവ് എക്സ്ട്രീമോ ഉള്ളത്. അടുത്തത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താ പറയുന്നത് നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ക്രിട്ടിക്കൽ പോയിൻറ്റ് x0. എഫ് ക്രിട്ടിക്കൽ പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. If f dash of x > 0 on an open interval extending left from x0 and f dash of x < 0 on an open interval extending right from x0, then f has a relative maximum at x0. എന്താ പറയുന്നതെന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സ് > 0 ആണ്. എവിടെ? എഫ് ഡാഷ് ഓഫ് എക്സ് > 0 എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻക്രീസിങ് അല്ലേ? എഫ് ഡാഷ് എക്സ് ലെഫ്റ്റ് നിന്ന് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഓക്കെ, എക്സ്റ്റെൻഡിങ് ലെഫ്റ്റ് ഫ്രം x0. x0ൻ്റെ ലെഫ്റ്റ് നിന്ന് എങ്ങോട്ട് വരികയാണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആണ്. ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് < 0 ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ എക്സ്റ്റെൻഡിങ് റൈറ്റ് ഫ്രം x0. അതായത് x0ൻ്റെ റൈറ്റ് നിന്ന് എങ്ങോട്ടാണ്? ഡിക്രീസിങ് ആണ്. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് < 0. x0ൻ്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും x0ൻ്റെ റൈറ്റിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്ങും ആണെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്തുണ്ട്? ഒരു റിലേറ്റീവ് എക്സ്ട്രീം ഉണ്ട്. ദാറ്റ് ഈസ് റിലേറ്റീവ് മാക്സിമം ഉണ്ട് അറ്റ് x0. നേരെ തിരിച്ച് x0ൻ്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്ങും x0ൻ്റെ റൈറ്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ആണെങ്കിൽ ആൻഡ് ദാറ്റ് x0ൽ ഫംഗ്ഷൻ എന്തുണ്ട്? റിലേറ്റീവ് മിനിമം ഉണ്ട്. അതാണ് സെക്കൻഡ് ബി. എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് < 0 on an open interval extending left from x0 and f dash of x > 0 on an open interval extending right from x0, then f has a relative minimum at x0. ചിന്തിച്ച് നോക്കിയേ. അതായത് ഫംഗ്ഷൻ കൂടി വരാണ് x0 വരെ. x0 നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ x0ൽ എന്തുണ്ട്? റിലേറ്റീവ് മാക്സിമവും. ഇനി കുറഞ്ഞ് വന്ന് x0 എത്തിയപ്പം വീണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ x0ൽ എന്തുണ്ട്? റിലേറ്റീവ് മിനിമം ഉണ്ട്. സി എന്താ പറയുന്നത് നോക്കിയേ. ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹാസ് സെയിം സൈൻ on an open interval extending left from x0 as it does on the open interval extending right from, then f does not have a relative extrema at x0. അതായത് ഒരു ഓപ്പൺ ഇൻ്റർവൽ x0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ ലെഫ്റ്റിന്നും റൈറ്റിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്തില്ല? സൈൻ ചേഞ്ചസ് ഒന്നുമില്ലെങ്കിൽ ഫംഗ്ഷൻ അവിടെ എന്തില്ല?
റിലേറ്റീവ് എക്സ്ട്രീമം ഇല്ല എന്നാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x raised to 5/3 minus 15x raised to 2/3 has critical point at x equal to 0 and x equal to 2. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. x equal to 2ലും x equal to 0ലും ഫംഗ്ഷൻ എന്തിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട്. സോ അവിടെ ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട്. ചെയ്യേണ്ടത് റിലേറ്റീവ് മിനിമം റിലേറ്റീവ് മാക്സിമം ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2/x raised to 1/3 ആണ് നമ്മളുടെ റിലേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കേണ്ടത്? എക്സിൻ്റെ എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്നതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും, എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്നതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നോക്കേണ്ടത്. ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഗ്രാഫ് ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു 0ലും 2ലും അതിനെന്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേത് വെച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ ഇത് വെച്ചിട്ട് എക്സ് 5x - 2/x raised to -1/3 ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് വരിക. 2ലും ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് 0യും 0ൽ എഫ് ഡാഷ് നോട്ട് ഡിഫൈൻഡും ആണ്. സോ നമ്മൾ നോക്കിയേ ഇവിടെ എന്തുണ്ട്? റിലേറ്റീവ് മിനിമം റിലേറ്റീവ് മാക്സിമം ഇവിടെ ഉണ്ട്. 0ൽ റിലേറ്റീവ് മാക്സിമം ആണല്ലോ. 0ൻ്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് വരാണ്, റൈറ്റിൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യാണ്. അതേപോലെ 2ൻ്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്ത് വന്നു, 2ൻ്റെ റൈറ്റിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് വന്നു. സോ അതിൽ 0ലും 2ലും എന്തുണ്ട്? റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം റെസ്പെക്റ്റീവ്ലി ഉണ്ട്. ഓക്കെ.